Very good, very good. Yes. Yes, push it. Push ചെയ്താ മതി. ഇതാ push. Push. എന്താ അല്ലേ, കണ്ടിട്ട് വളരെ സങ്കടമാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഓരോ അമ്മമാരും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് സ്വന്തം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ദിയ കൃഷ്ണ പ്രസവ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം എല്ലാ പെൺകുട്ടികളുടെയും ഒരാഗ്രഹം, അതായത് പ്രസവിക്കുന്ന വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ നോക്കൂ, അസ്ലാം മർലി ദിയ കൃഷ്ണയെ കണ്ട് അതുപോലെ പ്രസവ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ ഇതിനെ കണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. അതായത് പ്രസവിക്കുമ്പോൾ എല്ലാ അമ്മമാർക്കും അതിൻ്റെതായ റെസ്റ്റ് വേണ്ടേ? ഇവിടെ അസ്ലാം മാർലിയുടെ പ്രസവ വീഡിയോ ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. ഒരു കാര്യം പറയുകയാണ്, പ്രസവിച്ചു മല്ലടിച്ച് കിടക്കുന്ന സമയത്തും വ്ളോഗിൽ സംസാരിക്കുകയാണ്, ഗൈസ് ഞാൻ ഇങ്ങനെയാണ്, ഗൈസ് ഞാൻ അങ്ങനെയാണ് ഗൈസ് എന്ന്. അതായത് ഈയൊരു നമുക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു നിമിഷമാണ് പ്രസവം. ആ ഒരു നിമിഷം അപ്പോഴെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് റെസ്റ്റ് എടുത്തൂടെ? അതിനൊക്കെ പബ്ലിഷ് ചെയ്യണോ? എന്താ അല്ലേ? ഇപ്പോൾ നാളുകളിൽ കല്യാണം കഴിക്കുന്ന സ്ത്രീകൾ, അതായത് നമ്മൾ പ്രസവിക്കാൻ കൊണ്ടുപോകുമ്പോൾ 4-5 ക്യാമറയും കൊണ്ടുപോകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ പ്രസവ വീഡിയോ കണ്ടിട്ട് വളരെ സങ്കടപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ചോദ്യം, എന്തിനാണ് അതിനെ പബ്ലിഷ് ചെയ്യുന്നത്? അതായത് ആ സമയത്തെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ഒന്നും മര്യാദയ്ക്ക് മിണ്ടാണ്ടിരുന്നൂടെ? അതായത് ഈ അസ്ലാം മർലി പ്രസവിച്ചു മല്ലടിച്ച് കിടക്കുന്ന സമയത്തും സംസാരിക്കുകയാണ്, ഗായ്സ് ഞാൻ പ്രസവിച്ചു ഗായ്സ്, അങ്ങനെയൊക്കെ ആയി കരയുകയാണ്. എന്താ അല്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനയാണ് തോന്നിയത്. പൊന്നുമക്കളെ, നിങ്ങൾ ആ ഒരു പ്രസവ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണം, ഓക്കെ? അതിനുശേഷം എൻ്റെതായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം. അയ്യോ, നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം ടെമ്പറേച്ചർ കൂടി, പനിയുള്ള കാരണം ഫീവർ ഒന്ന് കൂടിയപ്പോൾ നല്ല വിറയലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് വിറയലുണ്ട്, എന്നാലും സ്റ്റിൽ കുറഞ്ഞ്. പിന്നെ എപ്പിഡ്യൂറൽ എടുത്തിട്ടോ. എപ്പിഡ്യൂറൽ എടുക്കുമ്പോൾ ആ ചില ഇതിൽ കുത്തുമ്പോൾ, മരുന്ന് കയറ്റുമ്പോൾ നമുക്ക് കാലിക്കൊരു വേദന വരുന്നുണ്ട്. എപ്പിഡ്യൂറൽ അങ്ങനെ മറ്റേ കുത്തുമ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷെ അതിൽ മരുന്ന് കയറ്റുമ്പോൾ ഒരു കാലിക്കൊരു വേദന വരും, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അത് ഇട്ടുകൊണ്ട് ഇപ്പോൾ വേദന അങ്ങനെ അറിയുന്നില്ല, കോൺട്രാക്ഷൻ്റെ പെയിൻ അറിയുന്നില്ല. ആകെയുള്ള വീഡിയോ എടുത്തോന്ന് പറയുന്നത് വെരി ഗുഡ് ആഞ്ഞ് പുഷ് ഇവിടെ ഈ രണ്ട് സൈഡും വെരി ഗുഡ് പെയിൻ പോയാ പെയിൻ പോയല്ല. അടുത്തൊരു ഡെലിവറി ആവണം കേട്ടാ. ഇവിടെ വരെ എത്തി. ഇപ്പൊ പുഷ് ചെയ്ത രീതി ഉണ്ടല്ലോ, മാക്സിമം താഴേന്ന്
അങ്ങനെ ചെയ്താൽ മതി. പറ്റും 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 പറ്റും. ഡോണ്ട് ഗിവ് അപ്പ്. പറ്റും. പറ്റും മോളെ പറ്റും. യെസ് പുഷ് ചെയ്യടാ പുഷ് ചെയ്യടാ. ആഞ്ഞ് പുഷ് ചെയ്യ്. യെസ് പുഷ് നീ പുഷ് ചെയ്താ മതി. ഇല പുഷ് വെരി ഗുഡ് വെരി ഗുഡ്. ഇല കാലകത്തി വെക്കില്ല. ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. മുഖ്യ കണ്ടല്ലോ നിങ്ങൾ, വളരെ വളരെ ലെങ്തായിട്ടുള്ള വലിയൊരു വീഡിയോ ആണ്. ഞാനതിൻ്റെ ചെറിയൊരു ഭാഗമാണ് വെച്ചത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തോട് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ എടുക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ്, അതായത് പ്രസവത്തിന് എത്ര വേദനയുണ്ടെന്ന് എല്ലാവർക്കും അറിഞ്ഞു. ഇപ്പോൾ ദിയാ കൃഷ്ണ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേർ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, നല്ല കാര്യമാണ്. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്രസവ വീഡിയോ നമുക്ക് കാണിച്ചു തന്നത് ദിയാ കൃഷ്ണയാണ്. അതിനുശേഷം ഇപ്പോൾ അതൊരു ട്രെൻഡായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്തെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തുകൂടി. അപ്പോൾ ഗായ്സ് എന്നാക്കണോ, ഗായ്സ് ഞാൻ പ്രസവിച്ച് ഗായ്സ് എന്നൊക്കെ ആക്കിയിട്ട് അത് വളരെ ഒരു വൃത്തികേടായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. വ്യൂസ് കിട്ടും, എന്ത് വ്യൂസ് നമ്മൾ മരണപ്പെടുന്ന സമയത്ത് കൊണ്ടുപോകുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് വ്യൂസിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണോ? ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത്. നേരെ മറിച്ച് അസ്ലാം മാർലിയുടെ പ്രസവ വീഡിയോ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി നല്ലോണം വിഷമം തോന്നി. മക്കളെ, ഞാൻ പറയുന്നത്, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതിനെ ഷൂട്ട് ചെയ്ത് നാലാളിലേക്ക് എത്തിക്കുന്നത്? അത്രയും വലിയൊരു ഗതികേടിലാണോ നമ്മൾ? പൊന്നുമക്കളെ, ഈ വീഡിയോ അസ്ലാം മാർലി അപ്ലോഡ് ചെയ്തത് കൊണ്ട് കുറേ നെഗറ്റീവ് കമൻ്റ് ഉണ്ട്. എന്തിനാണ് അപ്ലോഡ് ചെയ്തത്? ചെറിയ രീതിയിൽ വിവാദമാണ് വീഡിയോ, കമൻറ്റ് വഴിയാണ് വിവാദമായത്. ഓക്കെ, അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.